നമസ്കാരം. ബ്ലിസ് ലൂപ്പ് യോഗയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ബോഡി വാമപ്പ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വാമപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ ജോയിൻസിൻ്റെ ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇഞ്ചുറീസ് ഒന്നും സംഭവിക്കത്തില്ല. വാമപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ ബോഡീനെ അറിയിക്കുകയാണ് നമ്മൾ യോഗ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാമപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ബോഡി വാമപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്മളെ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ചെയ്തിട്ട് നമ്മളെ ചിന്ന് ചെസ്റ്റിലോട്ട് കൊണ്ടുവരണം. അതുപോലെ ഇൻഹേൽ ചെയ്തിട്ട് നമ്മൾ നേരെ സീലിങ്ങിലോട്ട് നോക്കണം. എക്സേൽ ചിൻ ടു ചെസ്റ്റ്, ഇൻഹേൽ സീലിങ്ങിലോട്ട് നോക്കണം. അങ്ങനെ ഒരു 5 to 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇൻഹേൽ സെൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾ നേരെ റൈറ്റിലോട്ട് നോക്കണം. നോക്കല്ല, നമ്മുടെ തലയും റൈറ്റിലോട്ട് തിരിക്കണം. വീണ്ടും ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ലെഫ്റ്റ്, ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ സെൻറ്റർ. ഇതും ഒരു 5 to 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ചെയ്യുമ്പോൾ നമ്മളുടെ ചെവി നമ്മുടെ ഷോൾഡറിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ear to shoulder, inhale center, left side ear to shoulder, inhale, exhale, inhale, exhale. Now inhale center. ഇതും ഒരു 5 to 7 ടൈം റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് റൊട്ടേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഷോൾഡർ ഇഞ്ചുറീസ്, അതുപോലെ വേർട്ടിഗോ ഇഷ്യൂ, എന്തെങ്കിലും നമ്മളെ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലും ഹെഡ് അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഹാഫ് റൊട്ടേഷൻ മാത്രം ചെയ്യുക, ഫുൾ റൊട്ടേഷൻ ചെയ്യരുത്. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നമ്മുടെ തലേനെ തിരിക്കുക. അതിനുശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ സാവധാനം എക്സേൽ ചെയ്ത് വന്ന് വീണ്ടും ഇവിടെ ഇൻഹേൽ ചെയ്യുക. പിന്നെ ഇവിടെ ഇൻഹേൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സേൽ ചെയ്ത് പോയി ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. അങ്ങനെ ഒരു 5 റൗണ്ട്സ് ചെയ്യാം. ഇനി ഫുൾ റൊട്ടേഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ചിഹ്ന ചെസ്റ്റിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സാവധാനം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. നമ്മുടെ തല മേലോട്ട് പോകുമ്പോൾ ഇൻഹെയിലാണ് ചെയ്യേണ്ടത്. അതുപോലെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ എക്സേലും. ഇത് ഒരു 5 റൗണ്ട്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലും സെയിം കൗണ്ട്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത്രയാണ് നമ്മുടെ നെക്കിനും ഹെഡിനുള്ള വാമപ്പ് വരുന്നത്. ഇനി നമ്മൾ ഷോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ 2 കൈയും നമ്മുടെ ഈ ഷോൾഡറിൽ വെക്കുക. എന്നിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എൽബോസിനെ തമ്മിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ബാക്കോട്ടും കൊണ്ടുപോവുക. മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എക്സേൽ ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അതൊരു 5 to 7 റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇൻഹേൽ ചെയ്ത് നമ്മൾ മേലോട്ട് റൈസ് ചെയ്യും, എക്സേൽ ചെയ്ത് താഴോട്ടും. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ എൽബോസിനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് വന്ന് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. 1, 2. ഇതും മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഹേൽ ചെയ്യുക, താഴോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സേൽ ചെയ്യുക. ഇങ്ങനെ ഒരു 5 റൗണ്ട്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഓപ്പോസിറ്റും സെയിം കൗണ്ട് റിപ്പീറ്റ് ചെയ്യുക.
ഷോൾഡർ ജോയിൻസിനുള്ളത്. ഇനി നമ്മൾ നമ്മുടെ എൽബോനുള്ളത് ചെയ്യണം. അതിന് വേണ്ടി നമ്മുടെ കൈകളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ക്ലോസ്, ഇൻഹേൽ ഓപ്പൺ, എക്സേൽ ക്ലോസ്. അതും ഒരു 5 റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വിസ്റ്റിനുള്ളത് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ വിസ്റ്റിനെ ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക കൈയിനെ, പിന്നെ ഒന്ന് താഴോട്ടും. ഇതും ഒരു 5 കൗണ്ട്സ് ഹോൾഡ് ചെയ്യുക. മറ്റേ കൈയിനും സെയിം ചെയ്യാം. ഇനി നമ്മൾ വിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 5 to 7 റൗണ്ട്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗേഴ്സിനെ ഒന്ന് ഭയങ്കര വൈഡായിട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുക. ഇത് ഒരു 5 to 7 റൗണ്ട്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെയും കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റിനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം സുഖാസനത്തിലോട്ട് ഇരിക്കുക. സുഖാസനത്തിൽ ഇരുന്നതിന് ശേഷം ഇപ്പം നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് സുഖാസനത്തിൽ ഇരുന്ന് ചെയ്യാം. കാരണം വജ്രാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സുഖാസനത്തിൽ ഇരുന്ന് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ വേസ്റ്റിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സൈഡ് ബെൻഡാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ 2 കൈയും ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം റൈറ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക, പിന്നെ സ്ട്രെച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടും ബെൻഡ് ആവുക. ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്, ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ലെഫ്റ്റ്. ഇതും ഒരു 5 to 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ റൊട്ടേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ നീസിനെ നമ്മൾ നമ്മുടെ കൈകൾ വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുക. ആദ്യം റൈറ്റ് സൈഡിലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴോട്ട് പോകുമ്പോൾ എക്സേൽ ചെയ്യുക, മേലോട്ട് വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ഇത് ഒരു 5 to 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് സെയിം. എക്സേൽ ചെയ്യുമ്പോൾ താഴോട്ട് പോവുക, ഇൻഹേൽ ചെയ്യുമ്പോൾ മേലോട്ട് വരിക. ഇതും ഒരു 5 to 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എപ്പോഴും ഈവൺ ആയിട്ടുള്ള കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ നമ്മളെ കാലുകൾക്കുള്ളത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിളിലോട്ട് വരിക. ടേബിളിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇവിടെ 1 2 3 4 and 5. ഓപ്പോസിറ്റും ഇതുപോലെ 5 അല്ലെങ്കിൽ 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതിൽ കൂടുതലും ചെയ്യാവുന്നതാണ്. ഇത് നമ്മളെ നീസിന് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഹിപ്പ് ജോയിന്റിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം റൈറ്റ് ലെഗ് ചെയ്യുക. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നിൽക്കുന്നത് കാരണം ലെഫ്റ്റ് ലെഗാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് ലെഗിനെ ഒന്ന് റൈസ് ചെയ്യുക, പിന്നെ ഡ്രോപ്പ് ചെയ്യുക, വീണ്ടും പൊന്തിക്കുക, ഡ്രോപ്പ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ പൊന്തിക്കുക, എക്സേൽ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ചെയ്യുക. ഇതും ഒരു 5 to 7 ടൈംസ് ചെയ്യുക. ഈ കാലിലും ചെയ്യാം, മറ്റേ കാലിലും സെയിം റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ നമ്മുടെ കാലിനെ റൈറ്റ് ലെഗിനെ തന്നെ മേലോട്ട് ഇങ്ങനെ പൊന്തിക്കണം. ഇൻഹേൽ ചെയ്ത് മേലോട്ട്, എക്സേൽ ചെയ്ത് താഴോട്ട്. ഇൻഹേൽ മേലോട്ട് പൊന്തിക്കുക, എക്സേൽ താഴോട്ട്. ഇൻഹേൽ മേലോട്ട്, എക്സേൽ താഴോട്ട്. പിന്നെ ഈ കാലും അതേപോലെ ചെയ്യാം. റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗും ഒരേപോലെ ചെയ്യാം. ഇനി നമ്മൾ ഹിപ്പ് ജോയിന്റ് റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കാലിനെ എഗെയിൻ പൊന്തിക്കും, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം ഒരു സൈഡിലോട്ട് ചെയ്യുക, പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും റൊട്ടേറ്റ് ചെയ്യുക.
അതിനുശേഷം മറ്റേ കാലും ഇതുപോലെ പൊക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം ഒരു സൈഡിലോട്ട്, പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, രണ്ട് സൈഡിലോട്ടും ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ദണ്ഡാസനയിലോട്ട് വരണം. അപ്പോൾ ദണ്ഡാസനയിലോട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ ആംഗിൾ റൊട്ടേഷൻ ചെയ്യാൻ പോവുകയാണ്. 1 2 3 4 and 5. 1 opposite side, 2 3 4 and 5. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ടോസിനെ ഒന്ന് ക്രഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ കാൽവരലുകളെയൊക്കെ ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്ത് ക്രഞ്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. അതും ഒരു 5 to 7 ടൈംസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാവരും വാമപ്പ് ചെയ്യുക, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും